എയർടെലിന് പിന്നാലെ മുകേഷ് അംബാനിയുടെ ജിയോയും സ്റ്റാർലിങ്കുമായി കരാർ ഒപ്പിട്ടിരിക്കുകയാണ്. ഇന്ത്യയിലെ സ്റ്റാർലിങ്കിന്റെ ഓപ്പറേഷനുകൾക്കുള്ള അവകാശമാണ് ഇരു ടെലികോം കമ്പനികളും സ്വന്തമാക്കിയത്. ഇതോടെ ഇന്ത്യയിലേക്കുള്ള സ്റ്റാർലിങ്കിന്റെ വരവും ഏകദേശം ഉറപ്പായിരിക്കുന്നു. ഇനി ചില സർക്കാർ തല അംഗീകാരങ്ങൾ കൂടിയാണ് ഇലോൺ മസ്കിന്റെ സ്റ്റാർലിങ്കിന് ലഭിക്കാനുള്ളത്. സ്റ്റാർലിങ്ക് ഇന്ത്യയിലേക്ക് എത്തിയാൽ രാജ്യത്തെ ഇന്റർനെറ്റ് സംവിധാനത്തെ ആകെ വലിയ പരിവർത്തനം ഉണ്ടാക്കുമെന്നാണ് റിപ്പോർട്ടുകൾ. പക്ഷേ ഒരു ചോദ്യം ചോദിക്കട്ടെ, എന്താണ് ഈ സ്റ്റാർലിങ്ക്? എന്താണ് അതിന്റെ പ്രത്യേകതകൾ? എന്ത് മാറ്റമാണ് അത് ഇന്ത്യയിൽ കൊണ്ടുവരാൻ പോകുന്നത്? പറയാം. 95 കോടി ഇന്റർനെറ്റ് ഉപയോക്താക്കളുള്ള ഇന്ത്യ ലോകത്തെ ഏറ്റവും വലിയ രണ്ടാമത്തെ ഇന്റർനെറ്റ് വിപണിയാണ്. 45 കോടി പേർക്ക് ഇന്റർനെറ്റ് ലഭ്യമല്ലെന്നത് വസ്തുതയെ നിലനിൽക്കുമ്പോഴും സ്റ്റാർലിങ്കിനെ സംബന്ധിച്ചിടത്തോളം അവരുടെ ആഗോള വ്യാപന സ്വപ്നങ്ങൾക്ക് ഇന്ത്യ അതിപ്രധാനമാണ്. ഇനി സ്റ്റാർലിങ്കിനെ കുറിച്ച് പറയാം. സ്റ്റാർലിങ്ക് എന്നത് ശതകോടീശ്വരനായ ഇലോൺ മസ്കിന്റെ ബഹിരാകാശ ഗവേഷണ സ്ഥാപനമായ സ്പേസ് എക്സിന് കീഴിലുള്ള ഒരു പദ്ധതിയാണ്. ഭൂമിയുടെ ഉപരിതലത്തോടടുത്ത് അഥവാ ലോയർ ഓർബിറ്റിൽ പരിക്രമണം ചെയ്യുന്ന വലിയ ഉപഗ്രഹ ശൃംഖല ഉപയോഗിച്ച് അതിവേഗ ഇന്റർനെറ്റ് ലഭ്യമാക്കാനാണ് സ്റ്റാർലിങ്ക് ലക്ഷ്യമിടുന്നത്. കുറച്ചുകൂടി സിമ്പിളാക്കി പറയാം, സാധാരണഗതിയിൽ കൃത്രിമ ഉപഗ്രഹങ്ങൾ ഭൂമിയിൽ നിന്ന് ആയിരക്കണക്കിന് കിലോമീറ്റർ ദൂരെയുള്ള ജിയോ സ്റ്റേഷനറി ഭ്രമണ പഥങ്ങളിലാണ് പരിക്രമണം ചെയ്യുന്നത്. അവ ഭൂമിയിൽ നിന്ന് ഏകദേശം 35,000 കിലോമീറ്റർ വരെ ദൂരത്താണ് സ്ഥിതി ചെയ്യുന്നത്. അതേസമയം ലോയർ ഓർബിറ്റുകളുടെ ദൂരം 2000 കിലോമീറ്ററിനും താഴെയാണ്. സ്റ്റാർലിങ്കിന്റെ കാര്യമെടുത്താൽ സ്റ്റാർലിങ്ക് ഉപഗ്രഹങ്ങൾ സ്ഥിതി ചെയ്യുന്നത് ഭൂമിയിൽ നിന്ന് വെറും 600 കിലോമീറ്റർ താഴെ മാത്രം ദൂരം സ്ഥിതി ചെയ്യുന്ന ഭ്രമണപഥത്തിലാണ്. ഭൂമിയിൽ നിന്ന് ദൂരം കുറവായതിനാൽ ഈ ഉപഗ്രഹങ്ങളെ രാത്രിയിൽ നഗ്നനേത്രങ്ങൾ കൊണ്ടുപോലും കാണാനും സാധിക്കും. നമ്മൾ പലപ്പോഴും നക്ഷത്രങ്ങളെന്ന് കരുതുന്നത് ഈ സ്റ്റാർലിങ്ക് ഉപഗ്രഹങ്ങളെയാണ്. അത്രയും അടുത്താണ് അവയെന്ന് ചുരുക്കം. 42,000 ഉപഗ്രഹങ്ങൾ അടങ്ങിയ മെഗാ കോൺസ്റ്റലേഷൻ സ്ഥാപിക്കുകയാണ് സ്റ്റാർലിങ്ക് പദ്ധതിയിലൂടെ മസ്കിന്റെ ലക്ഷ്യം. ലഭ്യമായ കണക്കുകൾ അനുസരിച്ച് 6,750 ഉപഗ്രഹങ്ങൾ ഇതിനോടകം സ്റ്റാർലിങ്ക് വിക്ഷേപിച്ചു കഴിഞ്ഞു. എന്താണ് ഈ ഒരു സംവിധാനത്തിന്റെ മെച്ചമെന്ന് കൂടി ഇനി പറയാം. നിങ്ങളിപ്പോൾ ഈ വീഡിയോ കാണാൻ ഉപയോഗിക്കുന്ന ഇന്റർനെറ്റ് അടക്കം നിലവിൽ ലഭ്യമാകുന്ന എല്ലാ ടെലികോം സേവനങ്ങൾക്കുമായി ആശ്രയിക്കുന്നത് അണ്ടർഗ്രൗണ്ട് ഫൈബർ കേബിളുകളെയോ സെല്ലുലാർ ടവറുകളെയാണ്. എന്നാൽ ഉൾപ്രദേശങ്ങളിലേക്ക് പോകുമ്പോൾ അത്തരം കണക്ഷനുകൾക്ക് പരിമിതികൾ ഉണ്ടാകാറുണ്ട്. അവിടെയാണ് സ്റ്റാർലിങ്ക് മുന്നോട്ട് വയ്ക്കുന്ന കണക്ഷൻ രീതി പ്രസക്തമാകുന്നത്. ഒരു ഡിഷ് ആന്റിനയും റൂട്ടറും മാത്രമുണ്ടെങ്കിൽ സ്റ്റാർലിങ്ക് കണക്ഷനുകൾ ലഭ്യമാകും. അതും കേബിളുകളിലൂടെ ലഭിക്കുന്നതിനേക്കാൾ 10 മടങ്ങ് വേഗതയിൽ. ഭൂമിയിൽ നിന്ന് കുറഞ്ഞ ദൂരത്താണ് സ്റ്റാർലിങ്ക് ഉപഗ്രഹങ്ങൾ എന്നതാണ് സ്റ്റാർലിങ്ക് ഇന്റർനെറ്റ് സേവനം അതിവേഗം ലഭ്യമാകുന്നതിന് കാരണം. സാറ്റലൈറ്റ് ഇന്റർനെറ്റ് സംവിധാനത്തിൽ റേഡിയോ സിഗ്നലുകളായാണ് ഡാറ്റ വിനിമയം നടക്കുന്നത്. സ്റ്റാർലിങ്ക് ഉപഗ്രഹങ്ങളിൽ നിന്നെത്തുന്ന സിഗ്നലുകൾ ഭൂമിയിൽ സ്ഥാപിച്ചിരിക്കുന്ന ഡിഷുകളിലൂടെയും റൂട്ടറുകളിലൂടെയും ഉപയോക്താവിന് ലഭ്യമാകും. 20 മില്ലി സെക്കൻഡ് ലാറ്റൻസി മാത്രമേ ഉണ്ടാകൂ എന്നാണ് കമ്പനി അവകാശപ്പെടുന്നത്. 2018 ആദ്യമായി സ്പേസ് എക്സ് സ്റ്റാർലിങ്ക് ഉപഗ്രഹങ്ങൾ വിക്ഷേപിക്കുന്നത്. സ്പേസ് എക്സിന്റെ ഫാൽക്കൺ 9 റോക്കറ്റിൽ 60 ഉപഗ്രഹങ്ങൾ വരെ ഒരേ സമയം വിക്ഷേപിക്കാനും നിലവിൽ സാധിക്കും. നിലവിൽ 37 രാജ്യങ്ങളിലാണ് സ്റ്റാർലിങ്ക് സേവനങ്ങൾ ലഭ്യമാകുന്നത്. ഇനി ഏറ്റവും പ്രധാനപ്പെട്ട കാര്യത്തിലേക്ക് വരാം, വില. സ്റ്റാർലിങ്ക് സേവനത്തിന് എത്ര രൂപ നൽകേണ്ടി വരുമെന്ന കാര്യത്തിൽ ഇപ്പോഴും പക്ഷേ വ്യക്തതയില്ല. എന്നാൽ ഇന്ത്യയുടെ അയൽരാജ്യമായ ഭൂട്ടാനിലെ 23 Mbps മുതൽ 110 Mbps വരെയുള്ള ലൈറ്റ് പ്ലാനുകൾക്ക് ഏകദേശം 3000 രൂപയാണ് സ്റ്റാർലിങ്ക് ഈടാക്കുന്നത്. പരിധിയില്ലാത്ത ഉപയോഗം ലഭിക്കണമെങ്കിൽ നികുതി ഉൾപ്പെടെ 5000 രൂപയാണ് വില. എന്നാൽ ഇന്ത്യയിലും അതേ മാതൃക പിന്തുടരുമോ അതോ വിപണി പിടിക്കാൻ പ്രത്യേക വില നിർണ്ണയിക്കുമോ എന്നതും ഇതുവരെ വ്യക്തമല്ല. പ്രതിമാസ പ്ലാനിനേക്കാൾ വില വരുന്നത് സ്റ്റാർലിങ്കിന്റെ ഹാർഡ്വെയർ ചെലവുകൾക്കാണ്, അതായത് ഡിഷും റൂട്ടറും അടക്കമുള്ളവയ്ക്ക്. ഏകദേശം 25,000 മുതൽ 35,000 വരെ ചാർജ് വരുമെന്നാണ് വിലയിരുത്തലുകൾ. എന്നാൽ ഇന്ത്യയിൽ ഇതുവരെയും സ്റ്റാർലിങ്കിന് പൂർണ്ണമായ അനുമതി ലഭിച്ചിട്ടില്ല. പ്രാദേശിക ഡാറ്റാ സംഭരണം, സുരക്ഷ എന്നീ പ്രശ്നങ്ങൾ ചൂണ്ടിക്കാട്ടിയാണ് ഇന്ത്യയിൽ സ്റ്റാർലിങ്കിനുള്ള അനുമതി നിഷേധിച്ചിട്ടുള്ളത്. ഇന്ത്യൻ നാഷണൽ സ്പേസ് പ്രൊമോഷൻ ആൻഡ് ഓതറൈസേഷൻ സെന്ററിന്റെ അനുമതിയും ലഭിക്കേണ്ടതുണ്ട്. ഒപ്പം ടെലികോം കമ്പനികളുടെ എതിർപ്പും സ്റ്റാർലിങ്ക് നേരത്തെ നേരിട്ടിരുന്നു. എന്നാൽ എയർടെലും ജിയോയും കൈകൊടുത്ത സ്ഥിതിക്ക് ആ എതിർപ്പുകൾക്ക് ശക്തി കുറഞ്ഞേക്കും. സ്റ്റാർലിങ്കിന് അനുമതി ലഭിച്ചാൽ എയർടെൽ ജിയോ റീറ്റെയിൽ സ്റ്റോറുകൾ വഴിയാകും സ്റ്റാർലിങ്കിന്റെ ഉപകരണങ്ങൾ വിൽക്കുക. ഇൻസ്റ്റാളേഷനും ആക്ടിവേഷനും വേണ്ട ഉപഭോക്തൃ സേവന സംവിധാനങ്ങൾ സ്ഥാപിക്കുന്നതും ഇരു കമ്പനികളുടെയും ഉത്തരവാദിത്തമായിരിക്കുമെന്നാണ് കരാർ വ്യവസ്ഥ ചെയ്യുന്നത്. കൊട്ടിഘോഷിക്കപ്പെടും പോലെ രാജ്യത്തെ ഇന്റർനെറ്റ് ലാൻഡ്സ്കേപ്പിൽ വലിയ മാറ്റത്തിന് സ്റ്റാർലിങ്കിന് സാധിക്കുമോ ഇല്ലയോ എന്നത് ഉടൻ തന്നെ അറിയാൻ സാധിച്ചേക്കുമെന്നാണ് വിലയിരുത്തലുകൾ.